ഹലോ, ഇതേപോലെയുള്ള അടിപൊളി നൈറ്റി നെക്ക് ഡിസൈൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് പ്ലീറ്റഡ് നൈറ്റിക്ക് മാത്രമല്ല, സാധാ നമ്മുടെ ഓർഡിനറി നൈറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുർത്തിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി രീതിയിലുള്ള നെക്ക് ഡിസൈനാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈൻ കൂടെയാണ്. അപ്പോൾ നെക്ക് ഡിസൈൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നൊരു നൈറ്റിയാണ് കേട്ടോ. ഈ ഒരു പീസിന് മാച്ചായിട്ട് വരുന്നൊരു പീസാണിത്. അപ്പോൾ ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ ഒരു പാച്ച് വർക്ക് ചെയ്യാനുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ നെക്കെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വീതിയും പറഞ്ഞുതരാം. അപ്പോൾ നെക്കിന് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് 3.25 ഇഞ്ചാണ് നമ്മൾ നെക്കിന് വീതി എടുത്തിരിക്കുന്നത്. അപ്പോൾ 3.25 ഇഞ്ച് വെച്ച് നമുക്കിതുപോലെ കഴുത്തിൽ വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് താഴെയായിട്ട് നമ്മളൊരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത്, അതായത് 1/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ 3.25, താഴെ 3 ഇഞ്ച്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 2 പോയിൻറ്റ് ജോയിൻ ചെയ്യിപ്പിച്ച് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇത് സാധാരണ റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുക്കാറ്. റൗണ്ട് നെക്കല്ല, കുറച്ച് ഡിസൈൻ മാറിയിട്ടുള്ളൊരു നെക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ഇനി ഇതുപോലെ നമ്മൾ കഴുത്തിന് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തിന് ഇറക്കം 5.25 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. 5.25 ഇഞ്ച് കഴുത്തിന് ഇറക്കം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇറക്കം നമുക്കൊരു 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു 5.25 ഈ ഒരു 5.25ലേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം കണ്ടോ. ഇതുപോലെ ബോക്സ് വരച്ചെടുക്കുക. ഇനി ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് നെക്കിന് ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്കല്ല വരുന്നത്, കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടുള്ള ഡിസൈനാണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊരു 4.5 ഇഞ്ച് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 4.5 ഇഞ്ച് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് 4.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ നമുക്കൊരു 1.5 ഇഞ്ച് മാറിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈനിലാണ് നമ്മുടെ നെക്ക് വരുന്നത് കേട്ടോ. ഇവിടുന്ന് ചെരിഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ കട്ടിങ് ആയിട്ട് വരുന്നൊരു ഡിസൈനാണ്. ഓക്കെ, റൗണ്ട് അല്ല, കട്ടിങ് ആയിട്ട് വരുന്നൊരു ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു നെക്ക് വരുന്നത് കേട്ടോ. ഇതുപോലെ വരും. അപ്പോൾ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ നേരെ ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ആ ഒരു രീതിയിലുള്ള നെക്ക് ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ താഴോട്ടേക്ക് നമ്മളൊരു ടോട്ടൽ നെക്കിന് ഇറക്കം നമ്മൾ 9 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. താഴത്തോടേക്ക് നമ്മളൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ റിഗാളിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് ഇതുപോലെ കറക്റ്റായിട്ടൊരു കർവായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ താഴ്ന്ന ഒരു 9 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ റിഗാളിൻ്റെ ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ടൊരു കർവ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഔട്ടർ ലൈൻ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊരു പാച്ച് ഡിസൈൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നൈറ്റിയുടെ നല്ല തുണിയിലേക്ക് വെച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു തുണിക്കകത്ത് വരുമ്പം സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ആ റിഗാളിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അധികമുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അധികമുള്ള തുണി നമ്മൾ ആ സമയത്ത് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ എൻ്റെ വശം വരിക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്തൊരു വൈറ്റ് കളറിലുള്ള കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അതുപോലെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്പോഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 2mm 3mm സ്പോഞ്ച് നമുക്ക് കടകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പോഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു പാച്ച് വർക്ക് ഡിസൈനിലെ തുണി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഈ ഒരു സ്പോഞ്ച് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടോ ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഔട്ടറും ടോപ്പും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ഈ ഒരു തുണിക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്പോഞ്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഔട്ടർ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാച്ച് വർക്ക് എന്ത് ചെയ്യാം, നമുക്ക് നൈറ്റിയിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു ഡിസൈൻ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ
കുറച്ച് തുണി പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടോ 1.25 ഇഞ്ച് വീതിയുള്ള കുറച്ച് തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലീറ്റഡ് പോലത്തെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കുറച്ച് പീസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1.25 ഇഞ്ചിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വീതി കൂടിയൊരു പീസ് നമുക്ക് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു വീതി കൂടിയ പീസ് എടുക്കുക. അതായത് ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ഇതുപോലെ മടക്കി കൊടുക്കുക. ഉണ്ടോ, രണ്ട് സൈഡിൽ ഇതുപോലെ മടക്കിയ ശേഷം ഇതിൻ്റെ സെൻറ്റർ ലൈൻ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യാം, ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇത് ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു സെൻറ്റർ ലൈനിലൂടെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ കുറച്ച് വീതി കൂടിയ പീസ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ 1.25 ഇഞ്ച് വീതിയുള്ള പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ആ ഒരു രണ്ട് തുണി വരുന്ന എൻഡിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് ഒന്നുകൂടെ ആ ഒരു ലൈനിലൂടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതിന് ശേഷം അടുത്ത പീസ് എടുക്കുക, ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. രണ്ട് എൻ്റെ വശം വരുന്ന ഭാഗത്തേക്ക് സ്റ്റിച്ച് കൊടുത്ത ശേഷം നേരെ ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ വേറെ ഒന്നുകൂടി സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ് പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടുക. ഓക്കെ, അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കിയ ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതുപോലെ നമ്മൾ ഓരോ മെഷർമെൻറ്റ് പ്രകാരം നമ്മളിതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്താണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുണി നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ പീസ് എടുക്കുക. വലിയ പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം ഇതുപോലെ സെൻറ്ററിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ സെൻറ്ററിൻ്റെ ലൈനിന് മാത്രം രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഓപ്പൺ ആക്കാൻ പറ്റും. ബാക്കിയുള്ളത് ഒരു സൈഡിലേക്കും രണ്ടാമത്തെ ഉള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഓപ്പൺ ആകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തുണി വെച്ച് നമ്മൾ ഇതുപോലത്തെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഓപ്പൺ ആകുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് മെയിൻ പീസിനോടത്ത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മെയിൻ പീസ് എടുക്കുക. മെയിൻ പീസിന് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇതുപോലത്തെ ഒരു വി കട്ട് ഇട്ടിട്ടുണ്ട്, സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പാച്ച് വർക്കിന് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു സെൻറ്റർ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് സെൻറ്ററിൽ ചെയ്തതിന് ശേഷം ടോപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴത്തെ ഔട്ടർ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടോപ്പിൽ ആദ്യം സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്തും അതുപോലെ അടിവശം കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. ഓക്കെ, ഈ ഒരു അടിവശം കൂടെ നമുക്ക് സ്റ്റിച്ച് എടുക്കാനുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എൻഡിലൂടെ ഒന്ന് ലേസാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ലേസ് കൂടെ വെച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അടിവശത്തെ ഈ ഒരു തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് കാണാതിരിക്കാൻ വേണ്ടി എൻഡിലൂടെ നമ്മൾ ഒരു ലേസ് കൂടെ വെച്ച് നല്ല അടിപൊളിയാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിഗാളിൻ്റെ ഭാഗം നമ്മൾ എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ കഴുത്തിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ, കഴുത്തിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു വൈറ്റ് ലേസ് വെച്ച് നമ്മൾ ഇതിൻ്റെ എൻഡ് ഭാഗം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു തുണിയുടെ എൻഡ് വശം പൊങ്ങി നിൽക്കാത്ത രീതിയിൽ തന്നെ നല്ലപോലെ കവറായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം, ഈ കളർ നോക്കണ്ട. അപ്പോൾ നമുക്ക് നൈറ്റി പീസിൽ അതുപോലത്തെ തുണി ബാക്കിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്, ലൈനിങ് പീസ്. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് നേരെ ബാക്കിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊരു തുണി വെച്ച് നമ്മളിതുപോലെ കറക്റ്റായിട്ട് ലൈനിങ് തുണി വെച്ച് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു തയ്യൽ തുമ്പ് വെച്ച് നമുക്ക് നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ഒരു കോണവശം വരുന്ന ഭാഗത്തേക്കൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കോണവശം എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലൈനിങ് തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യാം, നമുക്ക് എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ തയ്യൽ തുമ്പ് ഈ ഒരു തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ
നമുക്ക് ഈസി ആയിട്ട് ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട ശേഷം ഒരു ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഉണ്ടോ? അപ്പോൾ നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു ചവിട്ട് വീതിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗം കണ്ടോ, സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ രണ്ട് ഭാഗത്തേക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്ന ഈ ഒരു തുണിക്കിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ 3 ഷോ ബട്ടൺ കൂടെ നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വൈറ്റുള്ള ഷോ ബട്ടൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു 3 ഷോ ബട്ടൺ ആ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഒരു വള്ളി കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലൊരു വള്ളിയും അതുപോലെ ബെല്ലും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഷോ ബട്ടൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നേരെ മുകളിലേക്ക് വേണമെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, വേണമെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് ആ ഒരു ബെല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഷോ ബട്ടൺ വെക്കുന്ന രീതിയിൽ ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 3 ഷോ ബട്ടൺ ഇതുപോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ ഈ ഒരു ബെല്ല് നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നമ്മൾ മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ഇല്ലാന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ചൂസ് ചെയ്യുന്ന കളറിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ്, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ ആ ഒരു ലേസ് വർക്ക് കൂടെ ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. 3 ഷോ ബട്ടണും അതുപോലെ താഴെ ഒരു ബെല്ലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സെയിം തുണി വെച്ച് നമ്മൾ ഇതിൻ്റെ സ്ലീവും ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിത് പ്ലീറ്റഡ് നൈറ്റിക്ക് ആയിക്കോട്ടെ സാധാരണ നൈറ്റിക്ക് ആയിക്കോട്ടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി നെക്ക് ഡിസൈനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുർത്തിക്കും ഈ ഒരു സെയിം നെക്ക് ഡിസൈൻ തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.